നമുക്കറിയാം അബ്ബാസി ഭരണകാലഘട്ടത്തിലെ ഒരു വലിയ പ്രധാനിയായ രാജാവാണ് മഅ്മൂൻ എന്ന് പറയുന്നത്. മഅ്മൂൻ എന്നാ പറയാ, കേട്ടിട്ടുണ്ടാവും ചരിത്രം പഠിക്കണവരൊക്കെ. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, അലി എന്ന് പറയും. അലി ഇബ്നു മഅ്മൂൻ എന്ന് പറയും. ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്നൊരു ഭാഗം പറയണേ ഞങ്ങൾ. എന്ത് സൗഭാഗ്യം എന്ന് പറഞ്ഞാല് കോട്ട കൊത്തളങ്ങളല്ല, വലിയ വലിയ തോട്ടങ്ങളല്ല, ഔഹികമായ സുഖങ്ങളല്ല, ഡോളറുകളല്ല, പെട്രോളുകളല്ല, ഡീസലല്ല. എന്താ സുഖം, സൗഭാഗ്യം എന്ന് പഠിപ്പിക്കണം. അപ്പൊ ആ കാലഘട്ടത്തിൽ മഅ്മൂൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു മിക്കവാറും ഭാഗങ്ങളൊക്കെ ഇസ്ലാമിന്റെ കീഴിലാണ് ആ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ മകനാണ് അലി. വേറൊരു നാട്ടില് അദ്ദേഹം ആ യൂഫ്രട്ടീസ്, ആ ടൈഗ്രീസ് നദിയുടെ ഒക്കെ ഭാഗത്തുള്ള ആ നാട്, അവിടെ അമീറായി ഗവർണറായി ജോലി ചെയ്യാണ് അലി. അദ്ദേഹം ഒരിക്കൽ അവിടെയുള്ള പിന്നെ ആ ടൈഗ്രീസ് നദിയുടെ മുകളിലുള്ള വലിയൊരു കൊട്ടാരം സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ അമീറിന്റെ കൊട്ടാരാണ്. അതിന്റെ മുകളിൽ നിന്ന് അങ്ങാടിക്ക് നോക്കുമ്പോൾ, ബഗ്ദാദിലേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ്. മുകളിലേക്ക് ആൾക്കാർ പല പണികളും വ്യാപൃതമാകുന്നത്, ബിസിനസ് നടത്തുന്നത്, പലതും ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കിക്കാണ്ട് ഇങ്ങനെ ആസ്വദിക്കാൻ. പക്ഷേ ആ നദിയുടെ അടുത്തൊരാളെ പെട്ടെന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച ഒരാള്. അയാളെന്തോ മറ്റുള്ള ഒരാൾക്ക് ജോലി ചെയ്യാണ്, എന്തോ ലോഡിങ്ങാണ് അയാളെ പണി, എന്തോ ചെയ്തു കൊടുക്കുന്നു. അപ്പം അയാൾ ദുഹാ നിസ്കാരം ആകുമ്പോൾ ഈ ടൈഗ്രീസ് നദിയുടെ അടുത്ത് വന്ന് ഒളു കൊടുക്കും, 2 റക്അത്ത് നിസ്കരിക്കും, 2 4 നിസ്കരിക്കാം. ഏതായാലും ദുഹാ നിസ്കാരം നിർവഹിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അയാളെ പണി തുടരും. ളുഹറിന്റെ നേരെ വീണ്ടും ഒളു കൊടുക്കും, നിസ്കാരം കഴിയും. പിന്നെ അസർ ആകുമ്പോൾ അതുവരെ അധ്വാനിക്കും. ഏതായാലും മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യും, വീട്ടിലേക്കുള്ള കുറച്ച് സാധനം, കുറച്ച് റൊട്ടി വാങ്ങി പോകും. അപ്പം ഇത് ഒരു ദിവസം കണ്ടപ്പോൾ പിറ്റേന്നും നോക്കി ഇയാളെ തന്നെ ശ്രദ്ധിച്ചു. തുടർച്ചയായി കുറച്ച് ദിവസങ്ങൾ ഇയാളെ തന്നെ. അയാളുടെ മുഖം വളരെ പ്രസന്നമാണ്. അപ്പം ഈ അമീർ ഇയാളെങ്ങനെ നോക്കിയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ. കീറി പറഞ്ഞ വസ്ത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലോ ആ ടൈഗ്രീസ് നദിയിൽ മുക്കിയിട്ട് കുറെ ഉണക്ക റൊട്ടിക്ക് തിന്നണേ. പക്ഷെ മനസ്സ് വളരെ ഒരു പ്രശ്നമില്ല, കണ്ടാറിയല്ലോ, ടെൻഷൻ ഇല്ലാത്തൊക്കെ കണ്ടാറിയല്ലോ. വളരെ പ്രസന്ന മുഖത്തോടു കൂടി സംതൃപ്തമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഉടനെ ആളെ വിട്ടു, അയാളെ കൊണ്ട് വിളിക്കാൻ പറഞ്ഞു. കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അയാളെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിന് സുഖമുണ്ടോയെന്ന് ചോദിച്ചു. അതിനാ ചോദിക്കണേ. എനിക്ക് വളരെ സുഖമാണ്, വളരെ സ്വസ്ഥമാണ് ഞാൻ. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടും വേറെ പ്രശ്നങ്ങളും, നിങ്ങളെ എന്തുണ്ടെങ്കിലും ഞാൻ വരും, എനിക്കൊന്നും വേണ്ട, ഞാൻ വളരെ സുഖത്തിലാണ്. നിങ്ങൾ കട ഉണ്ടോ ചോദിച്ചു. കട ഉണ്ട് എനിക്ക്, ഒക്കെ ഞാൻ വീട്ടാന്നാണ്. ആ ജാതി കടല്ലാന്ന്, അത് റബ്ബുമായി ബന്ധപ്പെട്ട കടാണ്. അത് ഞാൻ അമല് ചെയ്തുകൊണ്ട്, ഞാൻ ചെയ്ത തെറ്റുകളാണ് ആ കടം. ആ തെറ്റുകൾ ഇങ്ങനെ മായ്ക്കണം, അതിന് ഞാൻ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കടം, അല്ലാതെ വേറെ കടമൊന്നും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും തരണ്ടെന്ന്. നിങ്ങൾ ഈ കൊട്ടാരത്ത് താമസിച്ചോളൂ. ഏയ് ഇവിടെ അല്ല, നിങ്ങൾ പോകാൻ സമ്മതിച്ചാൽ മതി. നിങ്ങൾക്ക് എന്താ എത്ര സുഖം. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാനിതാ അള്ളാഹിൻ്റെ കിതാബ് റസൂലിൻ്റെ സുന്നത്ത് അനുസരിച്ച് ഞാൻ റബ്ബിനെ ഓർത്ത് അവൻ പറഞ്ഞനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്നാ പറഞ്ഞു. അങ്ങനെ ഒന്നും സ്വീകരിക്കാതെ ആ മനുഷ്യൻ പോയി. ഒന്നും സ്വീകരിക്കാതെ ആ മനുഷ്യൻ പോവുകയാണ്. പിന്നെ ഈ രാജാവിൻ്റെ മകനാണെങ്കിലോ മനസ്സിനൊരു സുഖമില്ല. അതാ ഇതിൻ്റെയൊക്കെ പ്രശ്നം. എല്ലാ സൗകര്യങ്ങളുണ്ട്, പക്ഷെ മനസ്സിനൊരു സുഖമില്ല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നവരോ, തൻ്റെ അടുത്ത 1-2 ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാണ്, ഇനി നാളെ എൻ്റെ വാപ്പാനോട് നിങ്ങൾ പറയാം, മരിച്ചാൽ പരലോത്തുനിന്ന് കാണാം എന്ന് പറയാം. ഞാൻ പോയി 3 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, ഇന്നെ പോലെ അന്വേഷിക്കേണ്ട. സ്ഥലമൊന്നും പറഞ്ഞു കൊടുത്തില്ല. എന്നിട്ട് വാസിത്ത് എന്ന സ്ഥലത്താണ് അദ്ദേഹം ഇറങ്ങിയത്. വാസിത്ത് എന്ന സ്ഥലം. എന്നിട്ട് കീറി പറഞ്ഞൊരു വസ്ത്രം ധരിച്ചു. തൻ്റെ രാജകീയമായ പ്രൗഢിയും കാര്യമൊന്നുമില്ല. പിന്നെ അതുവരെ വെയിൽ കൊള്ളാത്ത മനുഷ്യനായിരുന്നു. പിന്നെ ഏതോ ഒരു കച്ചവടക്കാരന് വേണ്ടി ഈ ലോഡിങ് പണി തുടങ്ങുകയാണ്. ഏത് വേറൊരുത്തിന് കൂലിപ്പണി. എന്നാൽ മറ്റേ ആളും അറിയില്ല ഈ നാട്ടിലെ ഖലീഫന്റെ മകനാണെന്ന് ആർക്കും അറിയില്ല. വേഷം മാറിയിട്ട് കൂലിപ്പണി ചെയ്യാൻ. എന്നിട്ട് ളുഹാ നിസ്കാരത്തിന്റെ നേരം ളുഹാ നമസ്കരിക്കും, രാവിലത്തെ ദിക്റുകൾ നടത്തും, ളുഹറിന്റെ നേരത്തെയാൽ ളുഹർ നിസ്കരിക്കും, അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കും. ഇങ്ങനെയൊന്ന് കൃത്യമായി പോയാണ്ടല്ല ഓല മനസ്സിന് കിട്ടുന്ന സുഖമാണ് ഈ പറയുന്നത്. 5 നേരത്തെ കൃത്യമായ നമസ്കാരം,
അതുപോലെ സക്കാത്തിന്റെ ബാധ്യതയുള്ളവർ അത് കൊടുക്കൽ, ഹജ്ജിന്റെ ബാധ്യതയുള്ളവർ അത് നിർവഹിക്കൽ, അതുപോലെ വേറുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നവർ, പിന്നെ ആരാധനാ കർമ്മങ്ങൾ, രാവിലത്തെ ദിക്റുകൾ, വൈകുന്നേരത്തെ ദിക്റുകൾ, ഇങ്ങനെയൊക്കെയായിട്ട് മുമ്പോട്ട് പോയി മനസ്സിന് സുഖം കിട്ടി. അങ്ങനെ മരിക്കാൻ നേരം തൻ്റെ കച്ചവടക്കാരനോട് പറഞ്ഞു, തൻ്റെ മുതലാളിനോട് പറയാം, തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മോതിരം ഊരിയിട്ട് പറയാം, ഞങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. ഇല്ല, അറിയില്ല. ഈ നാട്ടിലെ ഖലീഫയായ മഅ്മൂൻ്റെ മകനാണ് ഞാനിപ്പോൾ എനിക്ക് തോന്നുകയാണ് മരിച്ചു പോകാൻ രൂപത്തിൽ അസുഖമാണ് എനിക്കുള്ളത്. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ മറവ് ചെയ്യണം. മറവ് ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മോതിരം എൻ്റെ വാപ്പാകങ്ങൾ കൊടുത്തയക്കണം. വാപ്പയോട് പറയണം, വളരെ സുഖത്തിലാണ്, സ്വസ്ഥമായിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്, എൻ്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ മരിച്ചതിന് ശേഷം ഇയാൾക്ക് ഭയങ്കര അത്ഭുതമായി. ഈ നാട്ടിലെ ഭരണാധികാരിൻ്റെ മകനെയാണ് ഞാൻ ഇതുവരെ കൂലിപ്പണി എടുപ്പിച്ചത്. പക്ഷേ അത് മനഃപൂർവ്വമല്ലല്ലോ. കൊട്ടാരത്തിൽ പോയി പറഞ്ഞു, വിവരം രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് ഉറക്ക കരഞ്ഞു, പരിസരത്തുള്ളവരൊക്കെ കരഞ്ഞു. എന്നിട്ട് പതുക്കെ പറയാ, മോനെ, യാ ബുനൈ വജത്ത സാദ, നീയാണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യം കണ്ടത്. കൊട്ടാരങ്ങളും സൗകര്യങ്ങളുമല്ല മനസ്സിൻ്റെ സമാധാനം, മറിച്ച് ഈ രൂപത്തിൽ ജീവിക്കലാണ് ഈമാനും അമലു സ്വാലിഹാത്തും. ശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ സമാധാനമടയും, ബിദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട്. അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ല, ദിക്റ് കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക, സുബൈ നിസ്കാരത്തിൽ ജമാഅത്തിൽ വരലുണ്ടോ? പങ്കെടുക്കണം. സുബൈ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതുപോലെ ആ ഒരു ഈമാനോടുകൂടി വരിക. അതിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ തന്നെ ദുനിയാവിലുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാൾ അത്ര പ്രധാനപ്പെട്ട ദിക്റുകൾ അടങ്ങിയ നമസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റുകൾ ഒഴിവാക്കരുത്. അതിനൊക്കെ അധികം സമയമൊന്നും വേണ്ട, അവിടെ പള്ളിയിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എവിടെ ജോലി വ്യാപൃതമാവും ചെയ്യാവുന്ന പ്രവർത്തനങ്ങളാണ് വേറുള്ളത്. അതുപോലെ അടുത്ത നിസ്കാരം നിത്യവും നിങ്ങൾക്ക് 2 റക്അത്തെങ്കിലും 2, 4, 8 വരെ പോകാം ദുഹാ നമസ്കാരം. അത് നിർവഹിക്കാൻ കഴിയും. എത്ര നല്ല കാര്യം. 360 സന്ധികളുണ്ട് നമുക്ക്. അതിനൊക്കെ നന്ദി കാണിക്കണം. എന്നാൽ ആ നന്ദി ദുഹാ നിസ്കാരത്തിൻ്റെ 2 റക്അത്ത് കൊണ്ട് പരിഹരിക്കപ്പെട്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.